ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് ജിയോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റാണ് അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനെ ഞാൻ കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി വിപുലീകരിച്ച് കോമ്പോസിഷൻ ആൻഡ് ദി സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന രീതിയിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഭൂമിയുടെ സ്ട്രക്ചറിനെ പറ്റി അതിൻ്റെ MCQs PYQs ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയുടെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റി പഠിക്കാനാണ്. ബിക്കോസ് ഭൂമിയുടെ അന്തരീക്ഷം, ഭൂമിയുടെ സ്ട്രക്ചർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നൊരു മേഖലയാണ്. എന്താണ് തെളിവെന്നല്ലേ? ഇതാ കണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഈ പറയുന്ന അന്തരീക്ഷത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. അതിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദ്യം. അയണോസ്ഫിയർ ആണോ, ട്രോപ്പോസ്ഫിയർ ആണോ, സ്ട്രാറ്റോസ്ഫിയർ ആണോ, മിസോസ്ഫിയർ ആണോ? മറ്റൊരു ഇതിൻ്റെ ഉത്തരം നമ്മളിത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നമ്മൾ PYQ ഡിസ്കഷൻ പിന്നീട് ചെയ്യും, അക്കൂട്ടത്തിലേ ഞാൻ പറയുന്നുള്ളൂ. ബട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ ഉത്തരം പറയാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ശ്രമിച്ചോളൂ, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. രണ്ടാമത്തെ മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചോ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണെന്നാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്നാണ് ചോദ്യം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? മിസോസ്ഫിയർ ആണോ, സ്ട്രാറ്റോസ്ഫിയർ ആണോ, ട്രോപ്പോസ്ഫിയർ ആണോ, അയണോസ്ഫിയർ ആണോ? ഇതിൻ്റെ ഉത്തരവും നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയാതിരിക്കും. കുറേ ആയിട്ട് PS പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയാതെ പോകില്ല. പക്ഷേ ഇതിനകത്തൊരു അഡീഷണൽ വസ്തുതയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓക്സിജൻ ആണോ, ആർഗൺ ആണോ, നൈട്രജൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ? ചോദ്യം ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ പറ്റി താഴെ തന്നിരിക്കുന്ന എല്ലാ വാചകങ്ങളല്ലല്ലോ, ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ട്രോപ്പോസ്ഫിയറിനെ പറ്റി തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിനെപ്പറ്റി വിശദമായി നിങ്ങൾ അറിയാമെങ്കിൽ ഇത് എഴുതാൻ പറ്റും. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിനെ ചോദിച്ച ചോദ്യമാണ് 2023. 1. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. അങ്ങനെയുണ്ടോ? അറിയില്ല, പഠിക്കാം. 2. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു. ആണോ? അറിയില്ല, പഠിക്കാം. ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെയാണ് എന്നും പറയുന്നു. അറിയില്ല, പഠിക്കണം. 4. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നതെന്നും പറയുന്നു. അത് ശരി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ചോദ്യത്തിൽ? സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഉത്തരവും വളരെ സിമ്പിളാണ്. ഓപ്ഷനുകളിൽ നിന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഉത്തരം തന്നെയാണ്. ബട്ട് എന്നാലും നമുക്ക് പഠിക്കണമല്ലോ, പഠിക്കാം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3 സ്ഥാനത്തും 4 സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? 3ഉം 4ഉം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ചോദിച്ചു ഓൾറെഡി. ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ വരുന്നത് ഏത് കോമ്പോണൻ്റ് ആണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞു ഓൾറെഡി. അതിനോടൊപ്പം നോക്കി 3ാമതും 4ാമതും ഏറ്റവും കൂടുതലായി വരുന്ന അന്തരീക്ഷത്തിലെ ഘടകം ഏതെന്ന് ചോദിച്ചേക്കുക ചോദ്യം. അപ്പോൾ ഇപ്പോൾ ഈ 1ാമത്തത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം ഏതെന്ന് പഠിച്ചത് കൊണ്ട് മാത്രം പ്രയോജനമില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? 2023 ചോദിച്ച ചോദ്യമാണ്. പണ്ടത്തെ ചോദ്യങ്ങളിലല്ല, 2021 മുമ്പുള്ള ചോദ്യങ്ങളിലാണെങ്കിൽ അത് മതിയായിരുന്നു. ഏത്? ഏറ്റവും കൂടുതലുള്ളത് മതിയായിരുന്നു. പക്ഷെ ഇന്ന് അത് പോരാ. കാർബൺ ആണോ, നിയോൺ ആണോ, കാർബൺ ഡൈ ഓക്സൈഡും നിയോണുമാണോ, നിയോണും ഹീലിയവുമാണോ, ഓസോണും കാർബൺ ഡൈ ഓക്സൈഡുമാണോ, ആർഗണും കാർബൺ ഡൈ ഓക്സൈഡും എന്നൊക്കെ ചോദ്യമാണ്. നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? ഓക്സിജൻ, ഹൈഡ്രജൻ, ഓസോൺ, നൈട്രജൻ. മറ്റൊരു വ്യക്തമായ എടുത്തുള്ളൊരു ചോദ്യം. 23 തന്നെ ചോദ്യം. തീരുന്നില്ല. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തണം. ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ തന്നിരിക്കുന്നു. വലതുവശത്ത് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, റേഡിയോ തരംഗങ്ങൾ, അറോറ, ഓസോൺ പാളി എന്നിങ്ങനെ ചില പ്രത്യേകതകളെ പറ്റിയും തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രത്യേകതകൾ ഏതൊക്കെ അന്തരീക്ഷ പാളികളുമായാണ് ശരിയായി മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ആ മാച്ചിങ് നിങ്ങൾക്കറിയാമെങ്കിൽ എഴുതാം. മറ്റൊരു ചോദ്യം, ചൂസ് ദി കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ
ഓഫ് ദ ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഫ്രം ബോട്ടം ടു ടോപ്പ്, താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ കൃത്യമായ ഓർഡർ, SBCID ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യം. സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ അല്ല, ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിലേതാണ് കറക്റ്റായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ ശരിയായ ഓർഡർ എന്നാണ് ചോദ്യം. പഠിച്ചവർക്ക് ഇത് സിമ്പിൾ ചോദ്യം. അടുത്ത ചോദ്യം നോക്കുക. മാച്ച് ദ ഫോളോയിങ്. വീണ്ടും ക്യാരക്ടേഴ്സും ലെയേഴ്സ് ഓഫ് അന്തരീക്ഷം. ഇതുപോലെ ഒരെണ്ണം തൊട്ട് മുന്നേ നമ്മൾ കണ്ടേ ഉള്ളൂ. കണ്ടോ? തൊട്ട് മുന്നേ ഒരെണ്ണം കണ്ടേ ഉള്ളൂ. അത് സമാനമായ രീതിയിൽ ഒരു മാച്ച് ദ ഫോളോയിങ് കൂടെ കിടക്കുകയാണ്. സ്ട്രാറ്റോയും എക്സോയും ട്രോപ്പോയും അയണോയും തരുന്നു, ക്യാരക്ടേഴ്സ് അപ്പുറവും തരുന്നു. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഹൈറ്റ്. അറോറ ബോറിയാലിസ് ആൻഡ് അറോറ ഓസ്ട്രേലിസ് contains much of the total atmospheric ozone. Atoms of oxygen, hydrogen and helium present ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നേക്കുക. ഇതിലേതാണ് ശരി എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളത് കണ്ടെത്തും, സുഖമായിട്ട് കണ്ടെത്തും. നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ ശരിയാവും കാര്യങ്ങൾ. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ചുവടെ നൽകിയിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നു. 2, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. 3, സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. 4, റേഡിയോ തരംഗങ്ങളെ മിസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. ഇതിലേതൊക്കെയാണ് ശരിയെന്ന് കണ്ടെത്താനാണ് ചോദ്യം. അതും നിങ്ങളെ കൊണ്ട് സാധിക്കും പഠിച്ചു കഴിയുമ്പോൾ. The term troposphere temperature fall refers to what? Thermal loss, adiabatic rate, lapse rate, temperature drop. ഇതിലേതാണ് ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ ഫാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സിമ്പിളാണ് ഉത്തരം. മറ്റൊരു ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. 2, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. ഹരിതഗൃഹ പ്രഭാവം അന്തരീക്ഷത്തിനോടൊപ്പം പഠിക്കേണ്ടതുണ്ടപ്പോൾ. 3, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. മിക്സാണ്, ഇതിനകത്ത് ശിലകളും കയറിയിട്ടുണ്ട്. 4, അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പോൾ ഇതൊരു മിക്സഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു മേഖലയിൽ നിന്ന് എന്നുള്ളതല്ലാണ്ട് ഇതിനകത്ത് ശിലകളുണ്ട്, ഇതിനകത്ത് നദിയുണ്ട്, ഇതിനകത്ത് ഹരിതഗൃഹ പ്രഭാവമുണ്ട്, അന്തരീക്ഷ വാളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു മിക്സഡ് ചോദ്യമാണ്. ഉത്തരം നമുക്ക് ഇതിൻ്റെയും അറിയാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന മാതിരിയുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നു. കുറച്ച് ഒരു ഉദാഹരണം എന്ന പോലെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത്രയൊന്നുമല്ല, ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതേയുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ അറിയേണ്ട ചില ചോദ്യങ്ങളെ ഒരു എവിഡൻസ് എന്നോണം കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അന്തരീക്ഷം എന്ന മേഖല ഈ ലോക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്കിപ്പോൾ എന്തായാലും വ്യക്തമായിട്ടുണ്ടാവും. ശരിയല്ലേ മക്കളെ? അപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തം. അപ്പോൾ നമുക്ക് അന്തരീക്ഷത്തിൻ്റെ ഘടനയെ പറ്റിയിട്ട് വിശദമായി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. One of the main component of Earth's independent physical system is the atmosphere. ഒന്നിനെയും കൂസാതെ നിൽക്കുന്ന ഭൂമിയിലെ പല ഘടകങ്ങളിൽ ഒന്ന് ഭൂമിയുടെ അന്തരീക്ഷം തന്നെയാണ്. ഭൂമിയിൽ നമ്മൾ കാണുന്ന, നമ്മൾ ശ്വസിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന മണ്ഡലത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് വസ്തുതകളിൽ ഒന്ന് ഈ അന്തരീക്ഷം തന്നെയാണ്. An atmosphere is made up of layers of gases surrounding the planet. ഭൂമി എന്ന ഈ ഗൃഹത്തിന് ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പ്രഭാവം കൊണ്ട് പലതരത്തിലുള്ള ഗ്യാസസിനെ ഭൂമിയുടെ ഉപരിതലത്തോട് പിടിച്ചു നിർത്തുന്ന അതുകൊണ്ട് രൂപീകൃതമാകുന്ന ഒരു ബ്ലാങ്കറ്റാണ് നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പം അതിന് കാരണക്കാരൻ ഗുരുത്വാകർഷണ ബലമുണ്ട്. ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ ഗുരുത്വാകർഷണ ബലം കൂടി ഉള്ളത് കൊണ്ട് ആ ഗ്യാസ് മോളിക്യൂൾസ് എവിടെ നിൽക്കുന്നത്? ആ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഗുരുത്വാകർഷണം ഇല്ലായിരുന്നെങ്കിൽ അത് എസ്കേപ്പായി പോയേനെ. ഗ്യാസസ് മാത്രമാണോ? അല്ല. പിന്നെയോ, അന്തരീക്ഷം എന്ന് പറയുന്നത് കേവലം വാതകങ്ങൾ നിറഞ്ഞൊരു മേഖല മാത്രമല്ല. അന്തരീക്ഷം എന്ന് പറയുന്നത് കേവലം വാതകങ്ങൾ നിറഞ്ഞൊരു മേഖലയല്ല. അതിൽ പ്രധാനിയായി വാതകങ്ങൾ വരുന്നു എന്നുള്ളത് വാസ്തവമാണെങ്കിലും ആ വാതകങ്ങൾ നിറഞ്ഞ ഈ ഒരു മേഖലയിൽ വാതകങ്ങൾക്ക് പുറമേ ജലകണികകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. മോയ്സ്ചർ. അത് മാത്രമാണോ?
ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് എങ്കിൽ പ്രധാനമായും പർട്ടിക്കുലർലി നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളുടെ പ്രസൻസ് അന്തരീക്ഷത്തിൽ കാണൂലേ? നമ്മൾ സഞ്ചരിക്കുന്ന പാതകളിലും റോഡിലും വീതിയിലും വീടിൻ്റെ പരിസരങ്ങളിലുമൊക്കെ നിങ്ങളൊരു പ്രൊജക്ടർ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടോർച്ചിൻ്റെ ബീം അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നിങ്ങൾക്ക് ആ ലൈറ്റ് ബീമിലൂടെ കാണാൻ പറ്റും. ഒരു ടോർച്ച് എടുത്തടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. ആ ടോർച്ചിൻ്റെ ബീമിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾ ആ ടോർച്ച് അടിച്ചാലും ആ ബീം വ്യക്തമാകുന്നു എങ്കിൽ നിങ്ങൾക്കതിൽ പൊടിപടലങ്ങൾ തെന്നി മാറിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ അത് കാണില്ല എന്ന് മാത്രം. അപ്പം നമ്മൾ കാണുന്ന ഈ ചുറ്റുപാടുകളിൽ പൊടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വസ്തുത ഒരു ടോർച്ച് ബീമിലൂടെ എന്ന രീതിയിൽ നമ്മൾ മുമ്പ് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഗ്യാസ്, മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ, ഡസ്റ്റ് എന്നിവയൊക്കെ അടങ്ങുന്ന ഒരു കോമ്പിനേഷനാണ്, ഒരു മിശ്രിതമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഗ്യാസസ്, മോയ്സ്ചർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ ദി മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് അവർ അറ്റ്മോസ്ഫിയർ ദാറ്റ് ബ്ലാങ്കറ്റ്സ് അവർ എർത്ത്. ഭൂമിൻ്റെ ഒരു ബ്ലാങ്കറ്റാണ്, ഒരു പുതപ്പാണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പല കാരണങ്ങളുണ്ട് കേട്ടോ. ഭൂമിയുടെ ഒരു പുതപ്പായി അന്തരീക്ഷം നിലനിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഭൂമിയെ നമ്മളൊരു പുതപ്പ് മൂടിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ചൂട് പുറത്തേക്ക് പോകാതെ നിൽക്കുന്നു. 1. 2, പുറത്തു നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും തണുപ്പോ ചൂടോ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ബോഡീനെ ഇത് പ്രൊട്ടക്റ്റും ചെയ്യുന്നു ഈ പുതപ്പ്. ഭൂമിയുടെ കാര്യത്തിൽ അന്തരീക്ഷം ചെയ്യുന്നത് ഇതേ പ്രതിഭാസമാണ്. ഭൂമിക്കുള്ളിലുള്ള ചൂടിനെ പുറത്തേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഭൂമിയെ വാമാക്കി നിർത്താൻ, ചൂടാക്കി നിർത്താൻ സഹായിക്കുന്ന പുതപ്പ്. അതുമാത്രമല്ല, ഭൂമിയുടെ പുറത്തു നിന്ന് വരുന്ന അപകടകാരികളായിട്ടുള്ള പലതരത്തിലുള്ള തരംഗങ്ങളെയും ഭൂമിക്കുള്ളിലേക്ക് കടന്നു വരുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്ന പുതപ്പും ഇവൻ തന്നെയാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രക്രിയകൾക്ക് വിധേയമാകുന്നതിനാൽ, പ്രോസസ്സുകൾ ചെയ്യുന്നതിനാൽ ഇവനെ നമ്മളൊരു ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് എന്ന രീതിയിൽ തന്നെയാണ് അന്തരീക്ഷത്തെ കണക്കുകൂട്ടുന്നത് കേട്ടോ. So it is the gravitational attraction of the earth that holds the atmosphere close to the earth. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ അന്തരീക്ഷം എന്ന് പറയുന്നതിൽ ഗ്യാസ് ഉണ്ട്, മോയ്സ്ചർ ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്, അതിന് പുറമെ വേറെയും ഒരുപാട് പദാർത്ഥങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. ഈ പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ ഈ മണ്ഡലത്തിനുള്ളിൽ പിടിച്ചു നിർത്തുന്നതിന് കാരണം ഗ്രാവിറ്റി തന്നെയാണ്. കാരണം ഇവർക്കെല്ലാം എന്തുണ്ട്? ഭാരമുണ്ട്, മാസുണ്ട്, പിണ്ഡമുണ്ട്. ഭാരമല്ല, പിണ്ഡം, മാസ്. ശരിയല്ലേ? അപ്പോൾ ഈ മാസുള്ള വസ്തുക്കളാണ് ഇവയെല്ലാം എന്നുള്ളത് കൊണ്ട് തന്നെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇവർക്കൊക്കെ കിട്ടുക തന്നെ ചെയ്യും. മാസ് മാറുന്നതനുസരിച്ച് ഗുരുത്വാകർഷണത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നേരാണെങ്കിലും എല്ലാവർക്കും ഗുരുത്വാകർഷണമുണ്ട്. അതാണ് ഭൂമിയുടെ ഉപരിതലത്തിനോട് അടുത്ത് ഇത്രയും ഈ അന്തരീക്ഷത്തെ പിടിച്ചു നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് ഈ പറയുന്ന ഗ്യാസിൻ്റെയും മറ്റ് ഘടകങ്ങളുടെയും ഒക്കെ കോമ്പോസിഷൻ ഉള്ളത് എന്നുള്ളത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. The Earth's atmosphere comprises about 78% of nitrogen, 21% of oxygen and 0.9% of argon. അപ്പോൾ ആദ്യം 3 പ്രധാനപ്പെട്ട കോമ്പൗണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കും. ഒരു 3 വെച്ചെന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. ആദ്യം 3 78% വരുന്ന അന്തരീക്ഷവും അടങ്ങുന്നത് 78% വരുന്ന അന്തരീക്ഷവും അടങ്ങുന്നത് നൈട്രജനാണ്. 21% ഉണ്ട്, ഏകദേശം 21% ഉണ്ട് ഓക്സിജൻ. 0.9% വരുന്നത് ആർഗണാണ്. ഓക്കെ, അപ്പോൾ 78 നൈട്രജൻ, 21ഓളം 20 പോയിന്റ് സംതിങ് ആണ്, 21ഓളം ഓക്സിജൻ, 0.9 ആർഗൺ, 0.1 മറ്റ് ഗ്യാസസ് ആണ്, അതർ. അപ്പോൾ അതിനകത്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വരിക. The remaining 0.1% of gas include the trace amount of neon, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ ആൻഡ് അതേഴ്സ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരുന്നതെന്ന്. കൃത്യമായി പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. എത്രയുണ്ട്? ഓക്സിജൻ അളവ് 20.9 ആണ്. എത്രയുള്ളത് മക്കളെ? 20.9. കണ്ടോ, 20.95 ഓക്സിജൻ. 78.0 നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ ആ കേട്ടോ. 78.08. കൃത്യമായി പറഞ്ഞാൽ നൈട്രജൻ 78.08, ഓക്സിജൻ 20.95, ആർഗൺ 0.93. ഇപ്പോൾ 1, 2, 3. 4ാം സ്ഥാനത്തുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, 0.037. അത്രയേ ഉള്ളൂ. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവെന്ന് പറയുന്നത് 0.037% ഉള്ളൂ. ഈ കാർബണാണ് അന്തരീക്ഷത്തിൽ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ പറയാറില്ലേ, കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ കരാറുകളിൽ ഒപ്പിടുന്നു.
നമ്മുടെ എന്താ പറയുക ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് പകരം വൈദ്യുത വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെന്താ പറയുക ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കാർബൺ വലിയ പ്രശ്നക്കാരനാണെന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരുപാട് കാർബൺ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. അന്തരീക്ഷത്തിൽ ഒരുപാട് കാർബൺ അല്ല, അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് 0.037 അത്രേ പാടുള്ളൂ എന്നുള്ളതാണ്. അതിൽ കൂടുന്ന അളവിലേക്ക് പോകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എഗ്രിമെൻറ്റുകളും നയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അന്തരീക്ഷത്തിലെ ഘടകം ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് എത്ര മാത്രമേ ഉള്ളൂ? 0.037 ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് 4ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നതെന്ന് പഠിച്ചിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് 4ാം സ്ഥാനത്താണ് അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നത്. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, രണ്ടാമത് ഓക്സിജൻ, മൂന്നാമത് ആർഗൺ. മൂന്നാമതുള്ളത് ആർഗൺ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ആർഗൺ. 4ാമതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് കഴിഞ്ഞാലോ ഏറ്റവും കൂടുതൽ വരുന്നത് ഓസോൺ ആണ്, O3. ഓസോൺ എന്ന ഗ്യാസ്. ഓസോൺ 0.01% ആണ് വോളിയത്തിൽ കാണുന്നത്. ഓസോൺ 0.01% ആണ്. പിന്നെ വരുന്നത് നിയോൺ ആണ്, 6ാം സ്ഥാനത്ത് വരുന്നത് നിയോൺ 0.002. പിന്നെ ഉള്ളതെല്ലാം ട്രേസ് എമൗണ്ട് ആട്ടോ. ഹീലിയം, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ, സെനോൺ എന്നൊക്കെ പറയും. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 0.00001 2 3 4 0.12345% ആണ്. അതായത് 0.40 ഇട്ടിട്ട് പിന്നെ 5 അത്രയും ശതമാനമേ ഉള്ളൂ ഹൈഡ്രജനൊക്കെ. അപ്പോൾ വളരെ ചുരുക്കമാണ്. നിങ്ങൾ ആദ്യത്തെ 5 പേര് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. 5 പേരെന്ന് പറയുമ്പോൾ ഓസോൺ വരെയുള്ളവരെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ. 5ാമത്തത് ഓസോൺ. ഓസോൺ കഴിഞ്ഞാണ് നിയോൺ. 6ാമത് നിയോൺ. 7ാമത് ഹീലിയം. 8ാമത് ക്രിപ്റ്റോൺ. 9 ഹൈഡ്രജൻ. അപ്പോൾ 9ാം സ്ഥാനത്താണ് ഹൈഡ്രജൻ. 10 ക്സെനോൺ. 10 ക്സെനോൺ. നമ്മൾ 10 എന്ന് റോമൻ ലെറ്ററിൽ എഴുതുന്നത് ഇങ്ങനെയല്ലേ, അതാലോചിച്ച. അപ്പോൾ 10 ക്സെനോൺ. 10 ക്സെനോൺ. അങ്ങനെ ആലോചിക്കാൻ പറ്റും. 10 ക്സെനോൺ ആണെന്ന് പഠിച്ചിരിക്കാൻ ഒരു എളുപ്പവഴി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ മക്കളെ? അന്തരീക്ഷത്തിലെ കോമ്പോസിഷനിൽ വരുന്ന ഗ്യാസുകളിൽ, വാതകങ്ങളിൽ അന്തരീക്ഷത്തിൽ വരുന്നവരാരൊക്കെ എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് നോക്കാം നമുക്കതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. The atmosphere is composed of gases, water vapor and particulate matter. ഈ particulate matterനെയാണ് നമ്മൾ ഡസ്റ്റ് എന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. Let me change the color. ഡസ്റ്റ് എന്ന് സൂചിപ്പിച്ചത് ഈ particulate matterനെയാണ്. Yes. The atmospheric gases are broadly classified into constant gas and variable gas. പ്രധാനമായിട്ട് ഈ ഗ്യാസസിനെ എങ്ങനെ ഒന്ന് വേർതിരിച്ചു വെക്കാം? കോൺസ്റ്റന്റ് ഗ്യാസ് എന്നും വേരിയബിൾ ഗ്യാസസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് വേർതിരിക്കാം. ആരാണ് particulate matter? It includes dust particle, salt particles, pollen grains, smoke, soot, volcanic ash, etc. It includes all the solid particles present in the air except gases and water vapor. ഗ്യാസും വാട്ടർ വേപ്പറും ഒഴികെയുള്ള മറ്റെല്ലാ ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ കാണുന്നതിനെയും എനിക്ക് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് തന്നെ പറയാം. അതായത് ഡസ്റ്റും പൊളൻ ഗ്രെയിൻസ് ഇല്ലേ, പൂമ്പൊടി, പൊളൻ ഗ്രെയിൻസ്, സ്മോക്ക്, ആഷ്, ചാരം എന്നിങ്ങനെ അന്തരീക്ഷത്തിൽ ഗ്യാസും വാട്ടർ വേപ്പറും അല്ലാതെ കാണുന്ന ഏതൊരു പദാർത്ഥത്തെയും എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ എനിക്ക് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ PM പാർട്ടിക്കുലേറ്റ് മാറ്റർ PM 2.5, PM 5, PM 10 എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗ്രേഡിൽ ആ പാർട്ടിക്കിൾസിൻ്റെ വലിപ്പാടിസ്ഥാനത്തിലൊക്കെ നമ്മൾ പൊല്യൂഷൻ അളക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്യാസസ് 2 തരത്തിലുണ്ടെന്നല്ലേ. അന്തരീക്ഷത്തിലെ ഗ്യാസസ് 2 തരത്തിലുണ്ട്, കോൺസ്റ്റന്റ് എന്നും വേരിയബിൾ എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ പിന്നെ നോക്കാം ആരാണ് അതിൽ കോൺസ്റ്റന്റ് ഗ്യാസ്. നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ആർഗൺ. അതായത് നമ്മൾ ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ അടങ്ങുന്ന ഗ്യാസസിലെ ആദ്യ 3 ഘടകങ്ങൾ, അല്ലെങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന 3 പേർ ആരൊക്കെയാ? നൈട്രജനും ഓക്സിജനും ആർഗണും. ആ 3 പേരാണ് പ്രത്യേകിച്ച് നമ്മൾ കോൺസ്റ്റന്റ് ഗ്യാസസ് എന്ന രീതിയിൽ പറയുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോൺസെൻട്രേഷൻ എന്താ പറയുക, 100 കണക്കിന് വർഷങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനകളിലും നമുക്ക് ഇവരുടെ കോൺസെൻട്രേഷനിൽ വലിയ മാറ്റം വരുന്നില്ല. 100 കണക്കിന് എന്നുള്ളത് നമ്മൾ ഇച്ചിരി കയറ്റി പറഞ്ഞാണ്. എന്നാലും കാര്യമായിട്ട് ഈ പാസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഹിസ്റ്റോറിക്കലി വലിയ വ്യത്യാസമൊന്നും ചരിത്രം പരിശോധിച്ചാൽ ഇവരുടെ കോമ്പോസിഷൻ ഇല്ല. അതുകൊണ്ട് ഇവന്മാർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഗ്യാസസാണ് നമ്മൾ കരുതുക. അവരുടെ കോമ്പോസിഷനിൽ എന്തില്ല, വലിയ മാറ്റമില്ല. നൈട്രജൻ നോക്കിയാൽ ഏറെക്കുറെ അവർ 78% നിൽക്കുക, ഓക്സിജൻ നോക്കിയാൽ ഏറെക്കുറെ അവർ 20-21% നിൽക്കുന്നു, ആർഗൺ അതുപോലെ. അപ്പോൾ ഈ ഒരു ശതമാനത്തിൽ വലിയ വ്യത്യാസമില്ലാതെ തുടരുന്ന ഗ്യാസുകൾ എന്ന പോലെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവന്മാർക്ക് കോൺസ്റ്റന്റ് ഗ്യാസസ് എന്ന പേര് വരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് കോൺസ്റ്റന്റ് ഗ്യാസസ് അന്തരീക്ഷത്തിലെ? നൈട്രജനും ഓക്സിജനും ആർഗണും, ആദ്യത്തെ 3 പേര്.
നിങ്ങൾ ആ ഓർഡർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 പേര് are called the constant gases because their concentration has remained almost same in recent history of Earth. ഭൂമിയുടെ ചരിത്രത്തിൽ നൂറുകണക്കിന് വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കതിനകത്ത് വ്യതിചലനങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ആർഗൻ്റെയും കാര്യം പരിശോധിക്കുമ്പോൾ നൈട്രജൻ 78%. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇനേർട്ട് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് മെയിൻലി ബൈ വോൾക്കാനിക് ഇറപ്ഷൻസ്. വോൾക്കാനിക് ഇറപ്ഷൻസ് മറ്റുമൊക്കെ ആയിട്ട് പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് ഈ നൈട്രജൻ എന്ന് പറയുന്നത്. 78% വരുന്ന നൈട്രജൻ. ഓക്സിജനോ ഓൾമോസ്റ്റ് 21%. നമ്മൾ പറഞ്ഞു 20.95. ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് പ്ലെന്റിഫുൾ ഗ്യാസ് ഇൻ ദി എയർ. ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ടേക്ക് ഓക്സിജൻ ഫ്രം എയർ ആസ് ദേ ബ്രീത്ത്. ശരിയല്ലേ? നമുക്കായാലും ആനിമൽസിനായാലും എന്തിന് പ്ലാന്റ്സിനും കറക്റ്റാ. ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് മാത്രമല്ല, പ്ലാന്റ്സും ഉണ്ട്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് ശരിക്കും ആനിമൽസിൽ പെടും. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. പ്ലാന്റ്സും ആനിമൽസിനകത്ത് ഹ്യൂമനും പെടുമല്ലോ അല്ലേ? അനിമലിനകത്ത് ഹ്യൂമൻ പെടുമോ? ഇല്ല. ലിവിങ് ബീങ്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ നമ്മൾ ജനറലി പറയുമ്പോൾ അതിനകത്ത് പെടുത്തും. അപ്പോൾ ജീവജാലങ്ങളും സസ്യജാലങ്ങളും എന്ന് പറയുന്ന കംപ്ലീറ്റ് ആൾക്കാരും, ജീവിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും ശ്വാസത്തിനായി അല്ലെങ്കിൽ ജീവശ്വാസത്തിനായി ഉപയോഗിക്കുന്നത് ഓക്സിജനെ തന്നെയാണ്. ചെടികളും ശ്വസിക്കുന്നത് ഓക്സിജനെ തന്നെയാണ്. മനുഷ്യരും ശ്വസിക്കുന്നത് ഓക്സിജനാണ്. മൃഗങ്ങളും ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ പലരും കരുതുന്നത് ഈ ചെടികൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നാണെങ്കിൽ തെറ്റാണ്. ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് വിനിയോഗിക്കാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ വിനിയോഗിക്കുന്ന സമയത്ത് ഓക്സിജനെ പുറന്തള്ളാറുമുണ്ട്. പക്ഷെ അത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നൊരു പ്രക്രിയ നടത്തുമ്പോഴാണ്. അതായത് ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവർക്ക് ഊർജ്ജത്തിനായി അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യും. ആ സമയത്ത് ബൈ പ്രോഡക്റ്റായിട്ട് പുറത്തേക്ക് വരുന്നവൻ ഓക്സിജനാണ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയം ഒഴികെ പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആരെ തന്നെയാണ്? ഓക്സിജനെ തന്നെയാണെന്ന് പഠിച്ചിരുന്നോണം. ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓക്സിജൻ. നമ്മളിപ്പോൾ പറഞ്ഞു ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. In this way, oxygen content in the air remains constant. If we cut trees, then this balance gets disturbed and it is very active gas. Oxygen വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ്. അതുകൊണ്ട് നമുക്കിപ്പോൾ തീ കത്തിക്കാനൊക്കെ പറ്റുന്നത് ഈ ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഉള്ളതുകൊണ്ടാണ്. തീ കത്തിക്കാൻ പറ്റുന്നത് വിറക്, തീ കത്തിക്കാൻ, ഫയർ, ഏതെങ്കിലും ഒരു പ്ലേസ് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുക, തീ കത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഓക്സിജൻ ഉള്ളതുകൊണ്ട്. ഓക്സിജൻ ഇല്ലെങ്കിൽ തീ കത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്സിജൻ ഇതുമായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റിയാക്റ്റീവ് ആയിട്ടാണ്. അതുകൊണ്ടാണ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ് നമ്മൾ ഓക്സിജനെ പറയുന്നത്. നൈട്രജൻ മോറോർലെസ് ഇനേർട്ട് ഗ്യാസാണ്. നൈട്രജൻ അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നുമല്ല, എല്ലാത്തിനോടും കയറി അങ്ങനെ ഇടപെടുന്ന ഒരു ഗ്യാസ് അല്ല നൈട്രജൻ. ഓക്സിജൻ പക്ഷേ ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്യാസാണെന്നോട് അറിയില്ല കേട്ടോ. ആർഗൺ 0.93% വരുന്നത് ഒരു കളർലെസ് ഓർഡർലെസ് ആയിട്ടുള്ള എഗെയിൻ ഒരു ഇനേർട്ട് ഗ്യാസ് ആണ്. നൈട്രജനൊക്കെ പോലെ തന്നെ വലിയ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു ആർഗൺ ഒരു ഇനേർട്ട് ഗ്യാസ് കൂടിയാണെന്നുള്ളതാണ്. ഇനിയുള്ളത് വേരിയബിൾ ഗ്യാസസാണ്. എന്താണ് പിന്നെ കോൺസ്റ്റൻറ്റ് ഗ്യാസസ് എന്നുള്ളത് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വേരിയബിൾ ഗ്യാസ് എന്താണെന്നുള്ള കാര്യം വ്യക്തമായിരിക്കും. എന്താണ് കോമ്പോസിഷനിൽ കഴിഞ്ഞ പാസ്റ്റ് പരിശോധിക്കുമ്പോൾ വ്യത്യാസങ്ങൾ കണ്ടുവന്ന ഗ്യാസുകളെ ആയിരിക്കണമല്ലോ വേരിയബിൾ ഗ്യാസസ് എന്ന് വിളിച്ചിട്ടുണ്ടാവുക. അതങ്ങനെ തന്നെയാണ്. ദേ ആർ പ്രസൻറ്റ് ഇൻ സ്മോൾ ആൻഡ് വേരിയബിൾ ക്വാണ്ടിറ്റീസ്. മാറാവുന്ന ക്വാണ്ടിറ്റികളിലാണ് ഇവ നിൽക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, ഓസോൺ, വാട്ടർ വേപ്പർ എക്സെട്ര. ദേ ഹാവ് എ ഗ്രേറ്റ് കൺട്രോൾ ഓവർ ദി എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അത് വാസ്തവമല്ലേ? ആഗോളതലത്തിലുള്ള ക്ലൈമറ്റിനെ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവന്മാരാണ് ഈ പറയുന്ന സ്മോൾ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ ഗ്യാസസ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് 0.03. ഇറ്റ് ഈസ് ദ 4th മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. പഠിച്ചു. ഇറ്റ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ദാറ്റ് ഇൻക്രീസസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ താപനില ഉയർത്തുന്നതിന് സഹായിക്കുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന സൂര്യപ്രകാശത്തെ ഭൂമി ആഗിരണം ചെയ്ത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന പിന്നെ സൗരകിരണങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് ഹീറ്റും ഉണ്ട് ലൈറ്റും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഹീറ്റ്, ആ ഹീറ്റ് ഇങ്ങനെ പുറത്തേക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഗ്യാസും മറ്റ് പൊടിപടലങ്ങളും വാട്ടർ വേപ്പറും എല്ലാം ചേർന്ന് ഈ പറയുന്ന റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഹീറ്റിൽ ഒരു പരിധി വരെയുള്ള ഹീറ്റിനെ ഭൂമിയിൽ തന്നെ നിലനിർത്തും. ബാക്കി മാത്രമാണ് റിഫ്ലക്റ്റ് ചെയ്ത് വിടുക പുറത്തോട്ട്. ഇങ്ങനെ ഭൂമിക്കുള്ളിൽ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നത് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് തന്നെയാണ്. അന്തരീക്ഷത്തിലുള്ള വായു ഘടകങ്ങൾ തന്നെയാണ്.
അതൊരു പരിധിയിൽ കൂടിയാൽ അത് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് പോകും. അതാണ് പ്രശ്നം. ശരിക്കും ഇപ്പോൾ നമ്മൾ ചന്ദ്രനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ അന്തരീക്ഷമില്ല. അവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഫ്രീസിങ് തണുപ്പാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതികഠിനമായ തണുപ്പിലേക്ക് പോകും. അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 ഒക്കെ വിക്ഷേപിച്ചപ്പോഴൊക്കെ അതിനെ ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഉറക്കിയിട്ടു. ചന്ദ്രയാൻ 3 സെപ്റ്റംബർ 4 ഉറക്കത്തിലേക്ക് പോയ ചന്ദ്രയാൻ 3 സെപ്റ്റംബർ 24 മറ്റുമാണ് വീണ്ടും ഉണർത്താനൊക്കെ ശ്രമിക്കുന്നത്. അത് ഈ പറയുന്ന ലൂണാർ നൈറ്റ് ആ യന്ത്രങ്ങൾക്ക് പോലും ആ തണുപ്പ് താങ്ങാനാവുന്നതിലും അപ്പുറം ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ അവിടെ കൊടും തണുപ്പ് അനുഭവപ്പെടും. ഇത് ഭൂമിയിലും അനുഭവപ്പെട്ടേനെ. പക്ഷെ നമുക്ക് സൂര്യൻ വൈകിട്ട് അസ്തമിച്ചു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ തണുപ്പൊന്നുമില്ല, ശരിയല്ലേ? സ്റ്റിൽ നമുക്ക് ആ ഒരു ചൂട് കിട്ടും. അതിന് കാരണം സൂര്യൻ ഇവിടെ നിന്ന് സൂര്യൻ മറഞ്ഞു പോയാൽ പോലും സൂര്യൻ നേരത്തെ തന്നിരുന്ന ഹീറ്റിനെ നമ്മുടെ അന്തരീക്ഷത്തിലെ വായു, ഡസ്റ്റ്, ഈ വാട്ടർ വേപ്പർ പോലുള്ള പദാർത്ഥങ്ങളൊക്കെ കൂടി ചേർന്ന് ഈ സൂര്യനിൽ നിന്ന് രാവിലെ വന്നിരുന്ന ചൂടിനെ അന്തരീക്ഷത്തിൽ നിലനിർത്തി തരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിലനിർത്തി തരുന്നതുകൊണ്ട് ആ ഭൂമി വാമായിട്ട് തന്നെ നിൽക്കാൻ കാരണം. ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ സൂര്യപ്രകാശം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിലേക്ക് പോയേനെ ഭൂമി. മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടായി മാറിയേനെ ഭൂമി. അങ്ങനെ ബുദ്ധിമുട്ടാതെ ഭൂമിയെ ചൂടാക്കി നിർത്തി നമ്മുടെ ജീവജാലങ്ങളുടെ ജീവനെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നത് അന്തരീക്ഷത്തിലെ ഈ ഘടകങ്ങൾ തന്നെയാണ്, അന്തരീക്ഷം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം. പിടിയിട്ടുന്നുണ്ടോ? അതാണ് ഇത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ആവുന്നതുകൊണ്ട് ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടിയാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടുതലായാൽ അത് അപകടമാണ്, ചൂട് കൂടുതലായി പോവും, അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. എനിഹൗ മനസ്സിലാക്കിയിരിക്കുക. പിടിയിട്ടുന്നുണ്ടോ? അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണെന്നുകൂടിയാണ്. Green plants use carbon dioxide to make their food and release oxygen. Humans or animals release carbon dioxide while breathing. അല്ലേ, നമ്മളും ചെയ്യാറുണ്ട്. ഹ്യൂമൻസ് ആയാലും ആനിമൽസ് ആയാലും നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് വിടാറുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലും കാർബൺ ഡയോക്സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. The amount of carbon dioxide released by humans or animals seems to be equal to the amount used by the plants, which make a perfect balance. ഇതാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ബാലൻസ് നിലനിർത്തുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഈ വിനിയോഗിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നദികളല്ലല്ലോ, പ്ലാന്റ്സ്, ഈ ഗ്രീൻ പ്ലാന്റ്സ് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഈ ബാലൻസും, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൂടുതൽ കാർബൺ പ്രൊഡ്യൂസ് ചെയ്താലോ അല്ലെങ്കിൽ മരങ്ങളുടെ എമൗണ്ട് കുറഞ്ഞാലോ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ എമൗണ്ട് കുറഞ്ഞാലോ ഈ ബാലൻസിന് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ വേരിയബിൾ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. However, the balance is upset by burning of fuels such as coal and oil. എണ്ണയും കൽക്കരിയും പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളെ കത്തിക്കുന്നത് വഴി ഈ ബാലൻസിന് വ്യത്യാസം ഉണ്ടാകുന്നു. They add billions of tons of carbon dioxide into the atmosphere each and every year. As a result, the increased volume of carbon dioxide is affecting the Earth's weather and climate. ശരിയല്ലേ? ചെടികൾക്ക് വിനിയോഗിക്കാവുന്നതിലും അപ്പുറം കാർബണെ ബഹിർഗമനം ചെയ്താൽ ബാലൻസ് തെറ്റി, സന്തുലിതാവസ്ഥ തെറ്റിയില്ലേ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. മൂന്നാമത്തെ മീഥെയിൻ. 0.0002% മാത്രമുള്ളതാണ് മീഥെയിൻ. മീഥെയിനും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ്. ഇത്തരത്തിൽ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വാതകം തന്നെയാണ് മീഥെയിൻ, which is increasing in the atmosphere due to human activities such as landfills, rice cultivation, natural gas system, livestock production. മീഥെയിൻ ശരിക്കും ഒരു നാച്ചുറൽ ഔട്ട്പുട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും കത്തിച്ചിട്ടുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതെ, ഇപ്പോൾ ചില വസ്തുക്കൾ കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മീഥെയിൻ ഡെവലപ്പ് ചെയ്യാം. ലാൻഡ് ഫില്ലുകൾ മീഥെയിൻ ഡെവലപ്പ് ചെയ്യുന്നു. റൈസ് കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇതുണ്ടല്ലോ, എന്താണ് വളപ്രയോഗം, കീടനാശിനി പ്രയോഗം, അതിൽ നിന്ന് മീഥെയിൻ ബഹിർഗമിക്കുന്നു. നാച്ചുറൽ ഗ്യാസ് സിസ്റ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുകൾ പോലുള്ള സംവിധാനത്തിൽ നിന്ന് മീഥെയിൻ പുറത്തു പോകുന്നു. ലൈഫ് സ്റ്റോക്ക്, പശു, കന്നുകാലി പോലുള്ളവ വളർത്തുന്നത് മുഖാന്തരം അവരുടെ വിസർജ്യങ്ങളിൽ നിന്നൊക്കെ മീഥെയിനിൻ്റെ ബഹിർഗമനം ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ പക്ഷേ ഒരു പരിധി വരെയാണ്, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇറ്റ് ഈസ് 20 times more potent than കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കാൾ 20 മടങ്ങ് കൂടുതൽ സ്ട്രോങ് ആണ് മീഥെയിൻ എന്ന് പറയുന്നത്. പിടിയിട്ടുന്നുണ്ടോ? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന നിലയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചൂടാക്കുന്നതിനേക്കാൾ 20 മടങ്ങ് കൂടുതൽ ചൂട് മീഥെയിൻ ഉണ്ടാക്കും എന്നുള്ളതാണ് വാസ്തവം. അത്രയും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളയാളാണ് മീഥെയിൻ. ഓക്കെ, ഓർത്തിരുന്നോണോ അത്. ഓസോൺ, നമ്മൾ പറഞ്ഞത് ഓസോൺ എത്ര ശതമാനമുണ്ടെന്ന്, വളരെ ചെറുതാണ്. എന്നാലും ഇറ്റ് സെർവ്സ് ആസ് എ ഫിൽട്ടർ ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ബിറ്റ്വീൻ 10 and 50 kilometers above the surface of Earth, which absorbs the harmful ultraviolet radiations from the sun and stops them from reaching the Earth's surface.
ഓസോണിനെ പറ്റിയിട്ട് 2 പരാമർശങ്ങൾ നടത്താൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഓസോൺ നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും എല്ലാം ഈ ഒരു പുണ്യപ്രവർത്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, അതായത് ഭൂമിയെ സൂര്യനിൽ നിന്ന് വരുന്ന അതികഠിനമായിട്ടുള്ള അൾട്രാ വയലറ്റ് തരംഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഒരു 50 കിലോമീറ്റർ മുകളിൽ വരുന്നൊരു പ്രദേശത്ത്, ഒരു 10 മുതൽ 50 കിലോമീറ്റർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു 10 മുതൽ 50 കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അന്തരീക്ഷ പാളിയാണ് ഓസോൺ. അതുകൊണ്ട് അതിനെ ഓസോൺ പാളി എന്ന് വിളിക്കുന്നു. ഓസോൺ പാളി പോലെ ഫോം ചെയ്യുന്ന സ്ഥലത്തെ മാത്രമേ നമ്മൾ ഓസോൺ പാളി എന്ന് വിളിക്കുന്നുള്ളൂ. അതല്ലാതെയും അന്തരീക്ഷത്തിൽ ഓസോൺ മോളിക്യൂൾസ് ഉണ്ട്. ഓസോൺ എന്ന് പറയുന്നത് കേവലം O3 ആണ്, അല്ലേ? 3 ഓക്സിജൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് നിന്നാൽ അതിന് എനിക്ക് ഓസോൺ മോളിക്യൂൾ എന്ന് പറയാം. അത്രേ ഉള്ളൂ. അതൊരു മോളിക്യൂളാണ് ഓസോൺ. വാട്ടർ വേപ്പറൊക്കെ പോലെ തന്നെയാണ് ഓസോൺ എന്ന് പറയുന്നത്, ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഇവൻ ഒരു ഷീൽഡ് പോലെ കമ്പൈൻ ചെയ്ത് ഒരു ലെയർ പോലെ ഒരിടത്ത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓസോൺ ലെയർ എന്ന് വിളിച്ചുവെങ്കിലും അതല്ലാതെയും ഓസോൺ ഉണ്ട്. അതായത് അന്തരീക്ഷ പാളികളിൽ ഒരു പർട്ടിക്കുലർ പാളിയിലാണ് ഇവൻ ഈ ലെയർ ഫോം ചെയ്യുന്നത്, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന പാളി. അതാണ് എല്ലാവർക്കും അറിയുന്ന ഉത്തരം. എന്നാൽ ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിൽ മാത്രമല്ല. പിന്നെയോ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷ പാളി, നമ്മളൊക്കെ ജീവിക്കുന്ന ഏറ്റവും താഴെ കാണുന്ന ഏറ്റവും ആദ്യത്തെ അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിലും ഓസോൺ ഉണ്ട്. അവിടെ ഓസോൺ ഒരു പൊല്യൂട്ടിംഗ് ഗ്യാസാണ്. അല്ലെങ്കിൽ പോയിസണസ് ഗ്യാസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അങ്ങനെ ഒരു വസ്തുതയും കൂടി ഓസോണിനുണ്ട് എന്നിട്ട് മനസ്സിലാക്കുക കേട്ടോ. യെസ്. Refrigerators, air conditioners and different types of spray, fire extinguishers, paint, etc. are the sources of gases such as chlorofluorocarbons and halon, etc. ഇതിനെ CFC എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ ഈ CFCs, ക്ലോറോ കാർബൺസ്, ക്ലോറിൻ്റെയും ഫ്ലൂറിൻ്റെയും കാർബണിൻ്റെയും സംയുക്തങ്ങൾ ഓസോൺ പാളിയിൽ വിള്ളലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓസോണിന് അത്ര നല്ലതല്ല. Such gases could remain unaltered in the atmosphere for long time. കാരണം ഇവന്മാരെ പെട്ടെന്ന് വിഘടിക്കില്ല. CFCs, ക്ലോറോഫ്ലൂറോകാർബൺസ് അങ്ങനെ ഇങ്ങനെയൊന്നും വിഘടിക്കാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കും, കുറേ കാലം കാണും. These gases rising to the upper atmosphere react with ultraviolet rays from the sun to form chlorine and bromine, and it is estimated that each chlorine atom is capable of decay about 1 lakh of ozone molecules. അതായത് ഈ CFC, ക്ലോറോ കാർബണുകൾ ഒരുപാട് നേരം അന്തരീക്ഷത്തിൽ നല്ല വിഘടിക്കാതെ നിൽക്കുന്നത് കൊണ്ട് ഇവൻ ഉയർന്ന് അങ്ങ് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോലും എത്താം. അങ്ങനെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തിയാൽ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങളുമായിട്ട് ഇവന് സ്പർശനം ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിന് അൾട്രാവയലറ്റ് കിരണങ്ങളെ ഇവൻ റിയാക്ട് ചെയ്താൽ, ആ കിരണങ്ങളുമായി ഇവൻ റിയാക്ട് ചെയ്താൽ ആ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഇവന് വിഘടിക്കും. ബ്രോമിനും ക്ലോറിനുമായിട്ട് ഇവന് വിഘടിക്കും. അങ്ങനെ വിഘടിച്ചാൽ ക്ലോറിൻ എന്ന ഒരു ആറ്റം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ 1,00,000 ഓസോൺ മോളിക്യൂളുകളെ തകർക്കാൻ ഒരു ക്ലോറിൻ ആറ്റം മതി. 1,00,000 ഓസോൺ മോളിക്യൂളുകളെ തകർക്കാൻ ഒരു ക്ലോറിൻ ആറ്റം മതി. ബ്രോമിനാകട്ടെ ക്ലോറിനേക്കാൾ 40 മടങ്ങ് കൂടുതൽ ഡിസ്ട്രക്റ്റീവുമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി, 40 ലക്ഷം ഓസോൺ മോളിക്യൂളുകളെ തകർക്കാൻ ഒരു ബ്രോമിൻ ആറ്റം മതി. 40 ലക്ഷം. അപ്പോൾ എത്രത്തോളം അപകടകാരികളാണ് ഈ ക്ലോറിനും ഫ്ലൂറിനും അങ്ങ് സ്ട്രാറ്റോസ്ഫിയറിലെത്തി അൾട്രാ വയലറ്റ് തരംഗവുമായി കൂട്ടിമുട്ടിയാൽ എന്നത് വ്യക്തമല്ലേ? അത് നമ്മുടെ അന്തരീക്ഷ പാളിയിലെ ഉയർന്ന തോതിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഓസോൺ എന്ന അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളിയിൽ വിള്ളലേൽപ്പിക്കുവാൻ ഇതിനപ്പുറം മറ്റൊരു ഘടകം വേണ്ട. പിന്നെയുള്ളത് വാട്ടർ വേപ്പറാണ്. ദ മോസ്റ്റ് വേരിയബിൾ ഗ്യാസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് കാണിക്കുന്ന ഗ്യാസ് വാട്ടർ വേപ്പറാണ്. കാരണം ഇഷ്ടംപോലെ ഇപ്പം നല്ലപോലെ ഇവോപ്പറേഷൻ നടക്കുക, നല്ല ചൂടുള്ള സമയം, നല്ലൊരു വാട്ടർ സോഴ്സ് ഉള്ളൊരു സ്ഥലം, നല്ലപോലെ ഇവോപ്പറേഷൻ നടന്നാൽ അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടും. എന്നാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സമയത്താണെങ്കിലോ, വിൻ്റർ സീസൺസ് ഒക്കെ വരുന്ന സമയത്ത് നേരെ കുറയും. അപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ വൻതോതിൽ മാറ്റങ്ങൾക്ക് വിധേയമായി നിൽക്കുന്നതാണ്. ഒരുപാട് കൂടും, ഒരുപാട് കുറയുകയും ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമായി നിൽക്കുന്നു. അതായത് ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം 0.02% ഇൻ പോളാർ റീജിയൻസ് ടു 5% ഇൻ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻസ്. അതായത് ഭൂമിയുടെ പോളാർ റീജിയനുകളിൽ 0.02% മാത്രമാണ് അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് ഉള്ളതെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയനുകളിൽ, നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇക്വേറ്ററിൻ്റെ അടുത്ത് വരുന്ന റീജിയൻസ്, ഈ മേഖലകളിലെന്ന് പറയുമ്പോൾ ഏകദേശം 5% വരെ എന്ത് വരുന്നു, വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് അന്തരീക്ഷത്തിൽ കാണും. അപ്പോൾ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് ഒരുപോലെ അല്ല എന്നത് വ്യക്തം. ഇറ്റ് ഈസ് ഓൾസോ എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അത് പലർക്കും അറിഞ്ഞുകൂടാ. വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതായത് അന്തരീക്ഷത്തിലേക്ക് ഭൂമിയിൽ നിന്നും ഭൗമവികിരണം, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന പേരിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേഡിയേഷൻസ് ഉണ്ടല്ലോ, സൂര്യനിൽ നിന്നും വന്ന ചൂട്. ആദ്യം ഈ സൂര്യനിൽ നിന്നും വന്ന ചൂട് ഭൂമി അബ്സോർബ് ചെയ്യും, എന്നിട്ട് ആ ഭൂമിയാണ് അതിനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ
ഭൗമ വികിരണം എന്ന് വിളിക്കാം. ആ വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഒക്കെ ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഈ ആഗിരണം ചെയ്യുന്നവനാണ് ഈ ഈ വാട്ടർ വേപ്പർ എന്ന് പറയുന്നവൻ. ഇവൻ അന്തരീക്ഷത്തിൽ കയറി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നല്ല മഴമേഘാവൃതമായി നിൽക്കുന്ന സമയത്ത് നല്ല ഉഷ്ണമായിരിക്കും, നല്ല ചൂടായിരിക്കും. കാര്യം ഇതാ, ഈ വാട്ടർ മോളിക്യൂൾ കൂടുതൽ വന്ന് അന്തരീക്ഷം നിൽക്കുമ്പോൾ ഈ ചൂടിനെ മുഴുവൻ ഇവൻ അബ്സോർബ് ചെയ്ത് നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് അബ്സോർബ്സ് ദി പാർട്സ് ഓഫ് ഇൻസുലേഷൻ, അതായത് ഈ സൂര്യൻ്റെ ചൂടിനെ. വാട്ടർ കണ്ടന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. അങ്ങനെ അന്തരീക്ഷത്തിൽ കാണുന്ന ഈ ബാഷ്പത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ആർദ്രത എന്ന് മലയാളത്തിൽ പറയാം. എന്ത് പറയാം? ആർദ്രത. അന്തരീക്ഷത്തിൽ കാണുന്ന വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. ഈ ഹ്യൂമിഡിറ്റീനെ എന്താ പറയുക, ആശ്രയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ ഉണ്ട്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഉണ്ട്. അതായത് കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇപ്പോൾ ഒരു നല്ല ചൂടുള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് കാണുന്ന നീരുറവകളിൽ നിന്നെല്ലാം നല്ലപോലെ എന്ത് സംഭവിക്കും? ഇവോപ്പറേഷൻ സംഭവിക്കും. അന്തരീക്ഷത്തിൽ എന്ത് കൂടും? ഹ്യൂമിഡിറ്റി കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ഹ്യൂമിഡിറ്റി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, തീർച്ചയായിട്ടും കടലിലും ഒരേപോലെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ കരയിൽ നിന്നാണോ കടലിൽ നിന്നാണോ കൂടുതൽ വെള്ളം കിട്ടുക? സ്വാഭാവികമായിട്ടും കടലിൽ നിന്ന്. അപ്പോൾ കടലുള്ള മേഖലകളിൽ കൂടുതൽ ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തിൽ കാണാൻ പറ്റും എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഇതെല്ലാം ഹ്യൂമിഡിറ്റിനെ ബാധിക്കുന്ന ചില ഘടകങ്ങളുമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതിനൊക്കെ ഈ പറയുന്ന ഗ്യാസുകളിലെ ആദ്യം 5 പേരെ നമ്മൾ പരിചയപ്പെട്ടതിന് പുറമേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇല്ലേ അന്തരീക്ഷത്തിൽ, പാർട്ടിക്കുലേറ്റ് മാറ്ററുകൾ എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. The name of the dust particles found in the atmosphere is called aerosols. ഡസ്റ്റ് പാർട്ടിക്കിൾ അന്തരീക്ഷത്തിൽ കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് എയറോസോളുകൾ. The main source of dust particle are desert, lake shore, beach, dry river bed, sea salt, sandy soil, smoke, soot, ash, remnants of burned meteors. ഉൽക്കകൾ, കത്തിക്കരിഞ്ഞ മീറ്റിയോഴ്സ്, ഇതെല്ലാം അന്തരീക്ഷത്തിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഡസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആർ യൂഷ്വലി ഫൗണ്ട് ക്ലോസ് ടു ദി എർത്ത് സർഫസ്. അത് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പ്രധാനമായും കാണുന്നത് ഭൂമിയുടെ ഉപരിതലത്തോട് അടുത്തുള്ള അന്തരീക്ഷ പാളികളിലാണ്. കാരണം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഭാസങ്ങൾ അരങ്ങേറുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭൗമോപരിതലമാണ്. ആൾക്കാർ ജീവിക്കുന്നത്, പ്ലാന്റ്സ് ശ്വസിക്കുന്നതും പ്ലാന്റ്സ് ജീവിക്കുന്നതും ആനിമൽസ് ജീവിക്കുന്നതും എല്ലാം ഈ പറയുന്ന ഭൗമോപരിതലത്തിലാണ്. ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നു. ഭൂചലനം, വോൾക്കാനിക് ഇറപ്ഷനൊക്കെ പോലുള്ള ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നതും എല്ലാം ഈ ഭൗമോപരിതലത്തിലാണ്. അപ്പോൾ ഭൂമിയുടെ സർഫസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം ഫിനോമിനാസ് എല്ലാം തന്നെയും ഭൂമിയിൽ ഡസ്റ്റ് ഉണ്ടാകുന്നതിന് കാരണമാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലത്തോടടുത്തുള്ള ലെയറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡസ്റ്റ് പാർട്ടിക്കിൾ കാണുക എന്നുള്ള ഒരു ജനറൽ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഇറ്റ് ഇസ് ക്വൈറ്റ് ലോജിക്കൽ ഇൻ നേച്ചർ. തെർമൽ കൺവെക്ഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് കോസസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ടു റീച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. താപസംവഹനം, കൺവെക്ഷൻ, ഹീറ്റിനെയാണ് ശരിക്കും താഴത്തെ നിലയിൽ നിന്ന് മോളിക്യൂൾസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മുകളിലോട്ടുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഹീറ്റായിട്ട് മാറും. താഴെയുള്ള ഹീറ്റഡ് ആയിട്ടുള്ള എയർ മോളിക്യൂൾസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മുകളിലത്തെ ഭാഗങ്ങളും ഹീറ്റായിട്ട് മാറുന്നു. അതിനാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. പല രീതിയിൽ താപത്തിൻ്റെ ഈ പറയുന്ന ട്രാൻസ്ഫർ നടക്കാം കേട്ടോ. ഹീറ്റ് ഒന്ന് കണ്ടക്ഷനാണ്, അന്തരീക്ഷത്തിൽ തന്നെ നടക്കുന്ന പ്രോസസ്സാണ്. ഒന്ന് കണ്ടക്ഷൻ ഉണ്ട്, 2 കൺവെക്ഷൻ, 3 അഡ്വെക്ഷൻ ഉണ്ട്, അഡ്വെക്ഷൻ, 4 റേഡിയേഷൻ. ഓക്കെ, അതിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫസിൻ്റെ അടുത്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത് ഭൂമിയുടെ സർഫസിൽ കിട്ടുന്ന ചൂടിനെ ഭൂമിയുടെ സർഫസ് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് ഇവന്മാരിലേക്ക് ഈ കോണ്ടാക്റ്റ് വഴി തന്നെ ഈ മോളിക്യൂൾസ് ചൂടാവും, ഭൂമിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട്. ഇത് കണ്ടക്ഷൻ. ഇങ്ങനെ ചൂടായി കഴിഞ്ഞ് ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? പതുക്കെ മുകളിലോട്ട് ലിഫ്റ്റ് ആവും, മുകളിലോട്ട് പോകും. കാരണം എൻ്റെ സാന്ദ്രത കുറയും, ഡെൻസിറ്റി കുറയും, അപ്പോൾ അവന് താഴെ നിൽക്കാൻ പറ്റില്ല, അപ്പോൾ മുകളിലോട്ട് പോകും. അങ്ങനെ മുകളിലോട്ട് പോയി കഴിയുമ്പോൾ ഈ പാർട്ടിക്കിൾസ് മുകളിലെത്തും. ആ മുകളിലത്തെ പ്രതലവും എന്താവും? ഇവിടെ ചൂടാവുമല്ലോ. ഇങ്ങനെ ഹീറ്റ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഹീറ്റ് ട്രാൻസ്ഫർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. 1 എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 2 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ, സംവഹനം. കൺവെക്ഷൻ, സംവഹനം. 3 അഡ്വെക്ഷൻ. അഡ്വെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഹീറ്റഡ് പാർട്ടിക്കിൾസിന് ഇവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് കാറ്റടിച്ചിനെ സഞ്ചരിച്ച് കൊണ്ടുപോയെന്ന് വെച്ചാൽ ഈ മോളിക്യൂൾസ് അല്ലേ ഇപ്പോൾ ഇവിടെ എത്തി. അതായത് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്. ഇത് മുകളിലോട്ട് പോയത് വെർട്ടിക്കൽ മൂവ്മെൻ്റ് അല്ലേ, അത് കൺവെക്ഷൻ. ഇതോ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റാണ്. ഒരിടത്തുനിന്ന് കാറ്റോ മറ്റോ അടിച്ച്
ചൂടുള്ള മോളിക്യൂളുകളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഹൊറിസോണ്ടലി മൂവ് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേര് അഡ്വെക്ഷൻ. അങ്ങനെ ആയാലും ഇവിടെ ചൂടായല്ലോ, അഡ്വെക്ഷൻ. 3 റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുന്നത് നേരിട്ട് ഈ പറയുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയുടെ ഉപരിതല സർഫസിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന മാധ്യമത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന രീതിയിൽ വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന 4 മാധ്യമങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ 4 മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം ചൂട് പിടിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഇരിക്കുക. ഡസ്റ്റ് പാർട്ടിക്കിൾസ് പ്ലേ എ കീ റോൾ ഇൻ ദി ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സ്. ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതിന് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒരു വലിയ പങ്ക് വഹിക്കാറുണ്ട്. വാട്ടർ മോളിക്യൂൾസിനെ കൂട്ടത്തിൽ അടുപ്പിച്ച് പിടിച്ച് നിർത്താൻ വേണ്ടി ഡസ്റ്റ് പാർട്ടിക്കിൾസ് സഹായിക്കാറുണ്ട്. ക്ലൗഡ്സ് അങ്ങനെ ഫോം ചെയ്യുന്നു. ആസ് ദി ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ, ദേ ആർ കോൾഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയർ. കാരണം ഒരു ഡസ്റ്റ് പാർട്ടിക്കിളിനെ ചുറ്റിയിട്ടായിരിക്കും ഓരോ വാട്ടർ മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ, ഈ പറയുന്ന വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ ക്ലബ് ചെയ്ത് കൂടിയാണ് ഒരു ക്ലൗഡ് ഉണ്ടാവുന്നത്. ഈ ക്ലൗഡിന് പിന്നീട് കണ്ടൻസേഷൻ സംഭവിച്ചിട്ടല്ലേ മഴയൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിളാണ് ഈ കണ്ടൻസേഷന് കാരണക്കാരനായ മൂലകാരണം എന്നുള്ളത് കൊണ്ട് ഡസ്റ്റ് പാർട്ടിക്കിളിനെ എന്തെന്ന് നമ്മൾ വിളിക്കും? കണ്ടൻസേഷൻ ന്യൂക്ലിയായി എന്ന് നമ്മൾ വിളിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? കണ്ടൻസേഷൻ ന്യൂക്ലിയായി എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ആരെയാണ് കണ്ടൻസേഷൻ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നത്? അന്തരീക്ഷത്തിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വിച്ച് ക്രിയേറ്റ്സ് അല്ലെങ്കിൽ വിച്ച് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സ്. മനസ്സിലാവുന്നുണ്ടോ? അന്തരീക്ഷത്തിൽ ക്ലൗഡ് ഫോം ചെയ്യുന്ന, മേഘങ്ങളെ ഫോം ചെയ്യിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിളുകളെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ ന്യൂക്ലിയായി. ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓസോൺ, പിന്നെ എക്സെട്ര ആൻഡ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ അബ്സോർബ് ദ ടെറസ്ട്രിയൽ റേഡിയേഷൻസ് ആൻഡ് റിറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അത് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. ഭൂമിയിലെ എത്തുന്ന റേഡിയേഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസൊലേഷൻ എന്നാണ്. എന്താ വിളിക്കുക? ഇൻസൊലേഷൻ. നമ്മൾ ക്ലൈമറ്റ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്ലൈമറ്റ് പഠിക്കും, എന്തായാലും മനസ്സിലാക്കിയിരിക്കും. ഇത് ഇൻസൊലേഷൻ. സൂര്യനിൽ നിന്നും വരുന്ന ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളാർ ഇൻസുലേഷൻ അല്ലെങ്കിൽ ഇൻസൊലേഷൻ. അത് ഭൂമി അബ്സോർബ് ചെയ്യും ആദ്യം. ആ ഭൂമി അബ്സോർബ് ചെയ്ത സാധനത്തിനെ ഭൂമി തിരിച്ച് ഭൂമിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഭൗമ വികിരണം എന്ന് മലയാളത്തിൽ പറയും. എന്ത് പറയും? ഭൗമ വികിരണം എന്ന് മലയാളത്തിൽ പറയും ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഈ റേഡിയേറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പറഞ്ഞില്ല അന്തരീക്ഷത്തിലെ പാർട്ടിക്കിൾസ് എല്ലാം കൂടി പിടിച്ചു നിർത്തി ഭൂമിയുടെ സർഫസിനെ ചൂടാക്കുന്നതെന്ന് പറയാം. സർഫസ് അല്ലല്ലോ, അന്തരീക്ഷത്തിനെ ചൂടാക്കുന്നതെന്ന് പറയുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അങ്ങനെ അന്തരീക്ഷത്തെ ചൂടാക്കുന്ന ഈ ഫിനോമിനൻ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ്. അപ്പം നമുക്ക് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എസെൻഷ്യലാണ്, വേണം. മനസ്സിലായി? നമ്മളെപ്പോഴും ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. തെറ്റാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആവശ്യമുള്ളൊരു സാധനമാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഭൂമിയിൽ സമാധാനമായി സുഖകരമായി ജീവിക്കാൻ പറ്റുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതൊരു പരിധി കടന്നു കഴിഞ്ഞാൽ അത് അപകടമാണ് എന്നുള്ളതാണ് വാസ്തവം. ക്ലിയർ ആണോ മക്കളെ? സെറ്റ്. അപ്പോൾ ഇതിന് കാരണക്കാരാണ് ഈ ഭൂമിയുടെ അന്തരീക്ഷം ചൂടുപിടിപ്പിക്കാൻ കാരണക്കാരനാകുന്ന അന്തരീക്ഷത്തിലെ ഘടകങ്ങളെയൊക്കെ എനിക്ക് എന്തായിട്ട് പറയാം? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാമെന്ന് മാത്രം. ക്ലിയർ അല്ലേ? സെറ്റ്. The greenhouse gases enter the atmosphere through natural means such as volcanic eruptions, decay of biological matters, as well as through human activities such as deforestation, burning of fossil fuels, etc. അല്ലേ? പ്രകൃതിദത്തമായി നൈസർഗികമായിട്ടും അന്തരീക്ഷത്തിൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഉണ്ടാവും. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഭൂചലനങ്ങൾ, പിന്നെ നാച്ചുറലായിട്ട് പിന്നെ ചത്ത് ചീഞ്ഞു പോകുന്ന വസ്തുക്കളിൽ നിന്ന് ഇത്തരം ഗ്യാസുകൾ, മീത്തേനൊക്കെ പുറത്തു വരുന്നു. നാച്ചുറൽ വേസ്റ്റുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഗ്യാസ് പുറത്തു വരുന്നു. ഇതൊക്കെ നാച്ചുറലി ഉണ്ടാവുന്നത്. അതല്ലാണ്ട് മനുഷ്യനിർമ്മിതമായി ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടും എന്തുണ്ടാവാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നത് വഴിയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഓക്സിജൻ്റെ പ്രൊഡക്ഷനിലെ കുറവ്, ഫോസിൽ ഫ്യൂൾസ് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അമിതമായ ഉൽപ്പാദനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രൊഡക്ഷന് കാരണമാകുന്നു അല്ലെങ്കിൽ പാത്രമാകുന്നു എന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ് വെയർ ദി അറ്റ്മോസ്ഫിയർ ട്രാപ്സ് ഹീറ്റ് ടു കീപ് എർത്ത് വാം. ഭൂമിയെ ചൂടായി നിലനിർത്തുന്നതിനായി അന്തരീക്ഷം ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. വിതൗട്ട് ദിസ് ദ പ്ലാനറ്റ് വുഡ് ബി ഫാർ ടു കോൾഡ് ഫോർ ഹ്യൂമൻസ് ടു സർവൈവ്. നമുക്ക് സർവൈവ് ചെയ്യാൻ പോലും പറ്റാത്തത്ര തണുപ്പായി പോകും. പക്ഷെ ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവനോട് നമ്മളിവിടെ ജീവിക്കുന്നതിന് കാരണം, ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് കാരണങ്ങളിൽ ഒന്ന് ഗ്രീൻ ഹൗസ് എഫക്റ്റാണ്. അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക തെറ്റെന്ന രീതിയിൽ കണ്ടിരുന്നതെന്ന് മനസ്സിലാക്കണം. ആവറേജ് ടെമ്പറേച്ചർ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഇല്ലായിരുന്നെങ്കിലോ
-18 എങ്കിലും പോയേനെ ആവറേജ് ടെമ്പറേച്ചർ. ആലോചിച്ച് നോക്കണം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ -18 എങ്കിലും പോയേനെ താപനില എന്നാ. സർവൈവ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? പാടാ. എല്ലാ രാത്രിയും ഈ താപനിലയാണെങ്കിൽ, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ശേഷം -18 ആണ് താപനിലയെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ദ ബ്ലാങ്കറ്റ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആക്ട് ലൈക്ക് എ ബ്ലാങ്കറ്റ്. അതാണ് ഞാൻ നേരത്തെ പറയാം, നമ്മുടെ ചൂട് പുറത്തേക്ക് പോകാതെ നമ്മളിങ്ങനെ നിർത്തുന്ന ഒരു ബ്ലാങ്കറ്റായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസിനെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. ഓക്കെ, ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആക്ട് ലൈക്ക് എ ബ്ലാങ്കറ്റ്. ദേ ലെറ്റ് സൺലൈറ്റ് ഇൻ ബട്ട് സ്ലോസ് ഡൗൺ ദ ഹീറ്റ് ഫ്രം എസ്കേപ്പിംഗ് ബാക്ക് ടു ദി സ്പേസ്. പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകുന്ന സൂര്യപ്രകാശത്തെ പതുക്കെ സ്ലോ ഡൗൺ ചെയ്ത് മാത്രം പുറത്തോട്ട് പോകാനായിട്ട് സഹായിക്കും. ഹൗ ദ പ്രോസസ് വർക്ക്സ്. ഒന്ന്, സോളാർ എനർജി. സൺലൈറ്റ് റീച്ചസ് ദി എർത്ത്. 2, അബ്സോർപ്ഷൻ. ദ എർത്ത് സർഫസ് അബ്സോർബ് ദ ലൈറ്റ്. നമ്മൾ പറഞ്ഞു, ഭൂമി അതിനെ അബ്സോർബ് ചെയ്യുന്നു. 3, റേഡിയേഷൻ. ഭൂമിയിൽ നിന്ന് അത് പുറത്തേക്ക് പോകുന്നു. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന ഫോമിലേക്ക് മുകളിലേക്ക് പോകുന്നു. ആ പോകുന്ന ആൾക്കാരെ ട്രാപ്പ് ചെയ്യും. ആര്? ഗ്യാസസ്. ദ ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ക്യാച്ച് ദിസ് ഹീറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ബാക്സ് ടു ദി സർഫസ്. അപ്പോൾ അവിടെ ഈ അന്തരീക്ഷത്തിലുള്ള പദാർത്ഥങ്ങൾ ഹീറ്റപ്പ്, മോളിക്യൂൾസ് എല്ലാം കൂടി ഹീറ്റപ്പ് ചെയ്യും, അതിനെ വീണ്ടും താഴേക്ക് വിടുന്നു, അത് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. ഇങ്ങനെ അന്തരീക്ഷം മുഴുവനായിട്ട് എന്ത് ചെയ്ത് നിൽക്കും? ചൂടായിട്ട് തന്നെ നിൽക്കാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ്? അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വൈൽ ദ എയർ ഇസ് മോസ്റ്റ്ലി നൈട്രജൻ, that is 78%, and oxygen, these gases do not trap heat. ഇവന്മാർ നൈട്രജനും ഓക്സിജനും ഒന്നും ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഓർത്തോണേ, നൈട്രജൻ ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നില്ല. ആരൊക്കെയുണ്ട്? വാട്ടർ വേപ്പർ, ദ മോസ്റ്റ് കോമൺ നാച്ചുറൽ ഗ്യാസ് ദാറ്റ് ട്രാപ്സ് ഹീറ്റ്. ഹീറ്റ് ഏറ്റവും കൂടുതൽ ട്രാപ്പ് ചെയ്യുന്നമാരിൽ ഒരുത്തൻ വാട്ടർ വേപ്പറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ബൈ ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൾസ് ആൻഡ് ഗ്യാസസ്. പിന്നെ മീതെയിൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് 25 to 80 times more powerful than carbon dioxide in trapping heat. ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 25 മുതൽ 80 മടങ്ങ് വരെ വില്ലനാണ് മീതെയിൻ എന്ന് പറയുന്നത്. പിന്നെയോ നൈട്രസ് ഓക്സൈഡ് ഫെർട്ടിലൈസേഴ്സിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഒക്കെ വരുന്നവൻ. പിന്നെ എഫ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്. ഫ്ലൂറിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഗ്യാസസ് എല്ലാം അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു? ഈ എന്താ പറയുക, ഗ്ലോബൽ വാർമിങ്ങിന് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നവന്മാരാണ്. മനസ്സിലാക്കുക. ചേഞ്ചിങ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് നമ്മൾ ഈ പറഞ്ഞ സൂചനകൾ തന്നെയാണ് അല്ലേടാ. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഇങ്ങനെയുള്ള പല പ്രോസസ്സുകൾ കാരണം തന്നെ ലീഡ് ടു റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 6000 മെട്രിക് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് ആഡഡ് ടു ദി അറ്റ്മോസ്ഫിയർ എവറി ഇയർ ഇൻ ദിസ് മാനർ. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സുകളുടെ ഫലമായിട്ട് ഓരോ വർഷവും 6000 ടൺ കാർബണെങ്കിലും അന്തരീക്ഷത്തിലേക്ക് വന്നു ചേരുന്നു ഓരോ വർഷവും എന്നാണ് കണക്കാക്കുന്നത്. ഓരോ വർഷവും 6000 ടണ്ണെങ്കിലും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ് കണക്കാക്കുന്നതെന്നാണ്. വളരെ കൂടുതലാണ് അല്ലേ. സ്റ്റഡീസ് റിവീൽ ദാറ്റ് ഹിയർ ദർ ഇസ് എ റൈസ് ഓഫ് 0.4 degrees Celsius in the average atmospheric temperature due to the uncontrolled increase of greenhouse gases in the 20th century. 20ാം നൂറ്റാണ്ടിൽ കണ്ടത് 0.4% താപനിലയിലെ വർധനമാണ്. സാധാരണ നമുക്ക് താപനില വേണം, നിലനിർത്തേണ്ടതാണ്. പക്ഷേ ആ താപനില നിലനിർത്തുന്നതിന് പകരം താപനിലയിൽ വർധനവ് കണ്ടു. എത്ര? 0.4% വർധനവ് കണ്ടു 20ാം നൂറ്റാണ്ടിൽ. ഇതാണ് കാരണം. The increase in temperature in the atmosphere due to greenhouse gases is referred to as global warming. ഇങ്ങനെ ക്രമാതീതമായി ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രസൻസ് കൂടുന്നത് കാരണം അന്തരീക്ഷം കൂടുതൽ ചൂട് പിടിക്കുന്ന പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് നടക്കുമ്പോൾ ആഗോളതലത്തിൽ താപനില ക്രമാതീതമായി വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ അങ്ങ് തെക്കേ അറ്റത്ത് കാണുന്ന അന്റാർട്ടിക്ക, തെക്ക് പോളാണ് അല്ലേ, സൗത്ത് പോളിൽ കാണുന്ന അന്റാർട്ടിക്ക എന്ന് പറയുന്ന മേഖലയിൽ ഇഷ്ടംപോലെ ഐസ് കാണും. ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടറിൻ്റെ ഏറിയ പങ്കും ഈ അന്റാർട്ടിക്കയിൽ ഐസായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഐസ് മുഴുവൻ ഉരുകി ഒലിച്ചിറങ്ങിയാൽ ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള കടലിൻ്റെ നിരപ്പായിരിക്കില്ല. കടൽ നിരപ്പ് ക്രമാതീതമായി ഉയരുകയും ഇന്ന് കാണുന്ന പല രാജ്യങ്ങളും കടലിനടിയിൽ മുങ്ങിപ്പോവുകയും ചെയ്യും. അതുമാത്രമല്ല, ഗ്ലോബലി ഉണ്ടാകുന്ന ക്ലൈമറ്റിൻ്റെ ഫിനോമിനാസ് കംപ്ലീറ്റ് മാറും. ഓഷൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ഈ ലവണജലമാണ് സമുദ്രത്തിലെന്നറിയാമല്ലോ. പോളാർ ഐസ് ക്യാപ്പ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറുമാണ്. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ വലിയ തോതിൽ ലവണജലത്തിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ കടലിൻ്റെ ലവണത്വത്തിൽ കുറവ് സംഭവിക്കുകയും കടലിൻ്റെ ജലപ്രവാഹങ്ങളിൽ മാറ്റം സംഭവിക്കുകയും ചെയ്യും. അത് മറ്റൊരു
ക്ലൈമാറ്റിക് ഡിസ്ട്രസ് ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റൊരു ക്ലൈമാറ്റിക് ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ലോകത്തിലുള്ള കംപ്ലീറ്റ് ഇന്ന് നമ്മൾ കാണുന്ന ക്ലൈമറ്റിൻ്റെ രീതിയിലും ഒരു മാറ്റം അത് കൊണ്ടുവരും എന്നുള്ളതാണ്. അത് മറ്റൊരു പ്രശ്നം. സോ ഡിസ്ട്രക്ഷൻ ഇൻ ദി കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു ദി പ്രോബ്ലംസ് സച്ച് ആസ് ഫുഡ് ക്രൈസിസ് എക്സെട്ര. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ലല്ലേ. ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദി ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദി എക്കോസിസ്റ്റം. നമുക്കറിയാം. യെസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കാം. യെസ്, സ്ട്രക്ചറിലൊക്കെ നമുക്ക് പോകണ്ട. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ് സെപ്പറേറ്റ് എടുക്കും കേട്ടോ. ഗ്ലോബൽ വാർമിംഗ് പറ്റുമെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂസ് എന്ന് പറയുന്ന വേറൊരു ഏരിയ കിടപ്പുണ്ട് നമ്മുടെ സിലബസിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗ്ലോബൽ വാർമിങ്ങിനെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തായാലും ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലോബൽ വാർമിങ്ങിനെ നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. ഓക്കെ, അതുമാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. ഇനി ഉള്ളത് അന്തരീക്ഷത്തിൽ ഓരോ പാളികളെ പറ്റി പഠിക്കാം. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു തുടക്കം എന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ബാക്കി അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷ പാളികളെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അന്തരീക്ഷ പാളികൾ എന്ന സെഷൻ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് കുറച്ചായിട്ട് നിങ്ങളുടെ മനസ്സിലായിട്ട് നിൽക്കുന്നുണ്ട്. ആ കോമ്പോസിഷനിൽ വരുന്ന വ്യത്യാസങ്ങളും ആ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിന് കാരണക്കാരനായ ടെറസ്ട്രിയൽ റേഡിയേഷനെ പറ്റി പറഞ്ഞ കാര്യവും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ക്ലൈമറ്റിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് ജസ്റ്റ് അതിനെപ്പറ്റി അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന പോലെ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ ഒരു സെഷൻ ഒന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്ത് നിർത്താം. അന്തരീക്ഷത്തിലെ ഓരോ പാളി നമ്മൾ നേരത്തെ കണ്ട ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, ഇങ്ങനെയുള്ള ഒരുപാട് അന്തരീക്ഷ പാളികളെ പറ്റിയാണ് ഇനി പഠിക്കുന്നത്. അന്തരീക്ഷത്തിലെ കോമ്പോസിഷനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. വേരിയബിൾ ഗ്യാസ്, ഫിക്സഡ് ഗ്യാസ് എന്നൊക്കെ പറയുന്ന കോമ്പോസിഷൻസ് പഠിച്ചു. ഇനിയുള്ളത് അന്തരീക്ഷ പാളികളെ പറ്റി പഠിക്കാം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തന്നെ തരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അന്തരീക്ഷ പാളികളെ നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അന്തരീക്ഷത്തിലെ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ ആ ഒരു കണ്ടന്റോടുകൂടി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.